വിവാഹമോചനത്തിന് ശേഷം ഭാര്യയ്ക്ക് ഭർതൃവീട്ടിൽ കഴിയാൻ അവകാശമില്ലെന്ന് ഹൈക്കോടതി. DV ആക്ടിലെ സെക്ഷൻ 17 അനുസരിച്ചാണ് ഹൈക്കോടതി ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. കേസിലെ കക്ഷികളായ സ്ത്രീയും അവരുടെ ഭർതൃമാതാവും തമ്മിൽ പൊസഷനും ഇഞ്ചക്ഷനും വേണ്ടിയാണ് കേസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പീൽ കക്ഷിയും എതിർകക്ഷിയുടെ മകനും തമ്മിലുള്ള വിവാഹം 1999 നടക്കുകയും അതിലൊരു ആൺകുട്ടി ജനിക്കുകയും ചെയ്തു. അപ്പലന്റായ സ്ത്രീയുടെ വാദം വിവാഹനാൾ മുതൽ താൻ ഭർതൃവീട്ടിൽ താമസിച്ചു വരികയാണ്. ഇതിൽ കോടതി പറഞ്ഞത് DV ആക്ടിലെ സെക്ഷൻ 17 അനുസരിച്ച് ഡൊമസ്റ്റിക് റിലേഷൻ ഉള്ളപ്പോഴാണ് ഭാര്യ എന്ന നിലയിൽ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ ജീവിക്കാൻ കഴിയുന്നത്. വിവാഹിതയായി വന്ന സ്ത്രീക്ക് ആ പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള റൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിവാഹ കാലയളവിൽ അവകാശമുണ്ടായിരിക്കുന്നതാണ്. ആ അവകാശം സ്വത്തവകാശമല്ല. ഇവിടെ എതിർകക്ഷിയുടെ മകനുമായുള്ള വിവാഹം ഡിവോഴ്സ് ഡിക്രി പ്രകാരം വേർപെടുകയും ചെയ്തു. തുടർന്ന് യാതൊരു ഡൊമസ്റ്റിക് റിലേഷനും നിലനിൽക്കുന്നില്ല. DV ആക്ടിലെ സെക്ഷൻ 17 അനുസരിച്ച് താമസിക്കാനുള്ള അവകാശം അപ്പലന്റിന് ഇല്ലാതാകുന്നു. ഈ കേസിൽ സ്ത്രീ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി തള്ളുകയാണുണ്ടായത്. ആ വീടിന്മേലുള്ള ഓണർഷിപ്പ് അവകാശമോ റെസിഡൻസ് അവകാശമോ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. 6 മാസത്തിനകം അപ്പലന്റായ സ്ത്രീ ആ വീട്ടിൽ നിന്ന് ഒഴിവായി കൊടുക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 19 അനുസരിച്ച് സ്ത്രീ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തു. മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഇല്ലാത്ത പക്ഷം ഒരു സ്ത്രീയുടെ റെസിഡൻസ് റൈറ്റ് ഡിവോഴ്സ് ആകുന്നതോടെ നഷ്ടപ്പെടുന്നതാണ്.